ബൈക്കിലെത്തിയ സംഘം ലോറി ഡ്രൈവർക്ക് നേരെ കത്തിവീശി. കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാളിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. ലോറിയുടെ ടയറും സംഘം കത്തികൊണ്ട് കുത്തിക്കേറി. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ കോഴിക്കോട് IOCക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. വിബീഷ് KT വിശദാംശങ്ങളുമായി. വിബീഷ്, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ആരായിരുന്നു ഈ അക്രമികൾ? ഇപ്പോൾ ലോറി ഡ്രൈവർമാരുടെ ആവശ്യം എന്താണ്? സൈഫു, ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഫറോക്ക് IOCയിൽ നിന്ന് ഇന്ധനവുമായി കൂത്തുപറമ്പിലേക്ക് പോയ ഒരു ലോറി ഹൈലൈറ്റ് മാളിനടുത്ത് വെച്ച് രണ്ടുപേർ, അതായത് ബൈക്കിലെത്തിയ രണ്ടുപേർ വന്ന് തടയുകയും ഡ്രൈവർ മനുവിന് നേരെ കത്തി വീശുകയുമായിരുന്നു. മാത്രമല്ല, തുടർന്ന് ഇവർ വലിയ ഭീഷണി മുഴക്കുകയും ലോറിയുടെ ടയർ കുത്തിക്കീറുന്ന സ്ഥിതിയുമുണ്ടായി. പിന്നീട് കത്തിയെടുക്കാതെ ഇവർ ഉപേക്ഷിച്ച് പെട്ടെന്ന് രക്ഷപ്പെടുന്ന സ്ഥിതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ ലോറി ഡ്രൈവർ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നടപടിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇന്ന് ഡ്രൈവർമാർ പണിമുടക്കിലേക്ക് കടന്നത്. ഇപ്പോൾ 300ഓളം ഡ്രൈവർമാർ, അതായത് ഫറോക്ക് IOCയിൽ നിന്നുള്ള ഇന്ധന വിതരണം നിലയ്ക്കുന്ന തരത്തിലേക്ക് IOCയിലെ മുഴുവൻ ഡ്രൈവർമാരും ഇപ്പോൾ IOC പ്ലാന്റിന് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം, അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും മലബാറിലെ 6 ജില്ലകളിലേക്കുള്ള ഇന്ധന വിതരണമാണ് ഇവിടുന്ന് നടക്കുന്നത്. ഇന്ധന വിതരണം തന്നെ പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. സൈഫോ. വിബീഷ് KT ആണ് വിശദാംശങ്ങൾ നൽകിയത്.